നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്കൃത ഭാഷ നശിച്ചതാണ് ഭാരതീയ സംസ്കൃതിയുടെ മൂലച്യുതിക്ക് കാരണമെന്ന് കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ശ്രീമൂലനഗരം മോഹൻ. മതിലകം വെറ്ററിനറി ക്ലിനിക്കൽ ലബോറട്ടറി കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ പച്ചക്കറിത്തോട്ടം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. സംസ്കൃത ഭാഷ നശിച്ചതാണ് ഭാരതീയ സംസ്കൃതിയുടെ മൂലച്യുതിക്ക് കാരണമെന്ന് കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ശ്രീമൂലനഗരം മോഹൻ. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവം ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്കൃത ഭാഷ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മാതൃഭാഷയോടുള്ള താല്പര്യത്തിനിടയാക്കും. അധ്യാപക വിദ്യാർത്ഥികൾക്കിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പവിത്രമായ ബന്ധം തിരിച്ചുകൊണ്ടുവരാൻ കുട്ടികളെ സർഗവാസങ്ങളിലേക്ക് തിരിച്ചുവിടണമെന്നും ശ്രീമൂലനഗരം മോഹൻ അഭിപ്രായപ്പെട്ടു. ഭാരതീയ സംസ്കാരത്തിന് പറ്റിയ മൂല്യച്യുതിയുടെ കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ ഇവിടെ സംസ്കൃതവും അതോടൊപ്പം നമ്മുടെ മാതൃഭാഷയായ മലയാളവും ഒരു പാഠ്യവിഷയമാണെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം ഇന്ന് നമ്മുടെ രക്ഷകർത്താക്കളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് എൻ്റെ കുട്ടിക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമായി കരുതി ആ ഒരു കാര്യത്തെ മറ്റുള്ളവരും. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് TN രാമൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് AU രഘുരാം പണിക്കർ, വേലായുധൻ പണിക്കശ്ശേരി, EV ശശിധരൻ, MR ബിജോയ് എന്നിവർ സംസാരിച്ചു. 7 വേദികളിലായി നടക്കുന്ന കലോത്സവം ഞായറാഴ്ച സമാപിക്കും. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ മതിലകത്ത് സ്ഥാപിച്ച വെറ്ററിനറി ക്ലിനിക്കൽ ലബോറട്ടറി കോംപ്ലക്സിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. മധ്യമേഖലയിൽ മധ്യ കേരളത്തിന് വേണ്ട ഒരു ലബോറട്ടറി ഉണ്ടാവേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യം കൂടിയാണ്. അതിനുവേണ്ട കെട്ടിടമെല്ലാം ഗവൺമെന്റിന്റെ വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റ് സ്വന്തമായി തന്നെ ആധുനിക സൗകര്യത്തോടെ കെട്ടിടങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തിന് പുറമെ സംസ്ഥാന തലത്തിൽ തന്നെയുള്ള റീജിയണൽ ലബോറട്ടറി ആയി വളരും. യാതൊരു സംശയം വേണ്ട. ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഈ പ്രവർത്തന കാലഘട്ടത്തിൽ തന്നെ ഇതിന്റെ പൂർണ്ണമായ തോതിൽ ഈ ലബോറട്ടറി ആക്കി വളർത്തി കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. നമുക്കതിന്റെ ഭാഗമായി ഇവിടെ അടഞ്ഞു കിടന്നിരുന്ന തുറക്കാതെ ഉദ്ഘാടനം ചെയ്തെങ്കിലും തുറക്കാതെ പ്രവർത്തിക്കാതെ കിടന്നിരുന്ന ഈ സ്ഥാപനം ഇപ്പോ 4 ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരും അതുപോലെ തന്നെ ഒരു വെറ്ററിനറി സർജൻ ഉൾപ്പെടെയുള്ള വാഹന സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം കൂടി ഉണ്ടാവും. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ VV രാജി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജമീല അബൂബക്കർ, അഫ്സ ഒഫൂർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CK മജീദ്, സുലൈഖ സുലൈമാൻ, ഡോക്ടർ NR ഹർഷകുമാർ, ഡോക്ടർ ഷാജി പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. വളർത്തുമൃഗങ്ങളിലെ സാംക്രമിക രോഗങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ US രാമചന്ദ്രൻ, ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജോയ് ജോർജ് എന്നിവർ ക്ലാസ് എടുത്തു. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ജങ്കാർ സർവീസ് തടസ്സപ്പെട്ടതിനെതിരെ നാട്ടുകാർ നടത്തിവരുന്ന തുടർ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധ നീന്തൽ നടത്തി. അഴീക്കോട് ജെട്ടിയിൽ നിന്നും മുനമ്പത്തേക്ക് നീന്താൻ ഇറങ്ങിയ 10 അംഗ സംഘത്തെ പുഴയിൽ തീരദേശ പോലീസ് തടഞ്ഞു. ഇവരെ പിന്നീട് കരക്കെത്തിച്ചു. എറിയാട് പഞ്ചായത്ത് അംഗം PJ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ പ്രതിഷേധ നീന്തൽ നടത്തിയത്. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ 7ാം തവണയും ഹൈസ്കൂൾ വിഭാഗത്തിൽ പെരിഞ്ഞനം RMVHS സ്കൂൾ കലാകിരീടം നേടി. ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ ട്രോഫികൾ കയ്യിലേന്തിയായിരുന്നു പ്രകടനം.
മാന്യം മുനയം ബണ്ട് തോമസ് ഉണ്ണിയാടൻ MLA സന്ദർശിച്ചു. ബണ്ട് നിർമ്മാണം വിലയിരുത്തുന്നതിനായാണ് MLA സന്ദർശനം നടത്തിയത്. എന്നാൽ MLAയുടെ സന്ദർശനം ഉദ്ഘാടന ചടങ്ങാക്കി മാറ്റാൻ UDF പ്രാദേശിക നേതൃത്വം ശ്രമിച്ചിരുന്നു. 8:30 ഉദ്ഘാടനം നടത്തുമെന്ന് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഉദ്ഘാടനം തടയാൻ ഇടതുപക്ഷ യുവജന സംഘടനയുടെ നേതാക്കളും പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. UDF പ്രാദേശിക നേതൃത്വവും യുവജന സംഘടനാ നേതാക്കളും ഇതേ ചൊല്ലി വാക്കുതർക്കമായി. തുടർന്ന് MLA ഇടപെട്ട് ഇരുവിഭാഗത്തെയും ശാന്തരാക്കുകയായിരുന്നു. 20 ദിവസത്തിനുള്ളിൽ ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഗീതാഗോപി MLAയെ ഉൾപ്പെടുത്തി ഉദ്ഘാടനം നടത്താമെന്നും തീരുമാനിച്ചു. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരായ ജോസഫ് ജോർജ്, രാജൻ പുഷ്പരാജ് എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു.